എന്താണ് ഈ ജാക്ക് കോഫി? ജാക്ക് കോഫീന്റെ പ്രത്യേകത, ജാക്ക് കോഫിയില് കോഫി പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടേ ഇല്ല. ഓൾമോസ്റ്റ് കോഫീന്റെ ടേസ്റ്റും ഫ്ലേവറും വരുന്നു. ഞങ്ങൾ കോഫി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാണ്. പക്ഷെ കോഫി പോലെ തന്നെയുണ്ട്. കോഫിയുടെ ഓൾമോസ്റ്റ് ടേസ്റ്റും ഫ്ലേവറും വരുന്നു. സാധനം കഫിൻ ഫ്രീ ആയിരിക്കും. പ്രോട്ടീൻ ഡ്രിങ്കും ആണ്. നമുക്ക് പാലിലോ കട്ടൻ കാപ്പിയോ ശരിക്കും കാപ്പിക്ക് പകരം പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് കോഫി പൗഡർ. ഈ കുഞ്ഞുമക്കൾക്ക് കുറവ് കാപ്പിനുള്ള ടെൻഡൻസി കൂടുന്നുണ്ട്. എന്നിട്ട് കുറെ അമ്മമാർ ഇത് സജസ്റ്റ് ചെയ്യുന്നു, കോഫിക്ക് പകരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദോഷമില്ല എന്നുള്ളൊരു. പക്ഷെ ഇതിൽ കോഫി പൗഡറിന്റെ അംശം, കോഫി ബീൻസ് ബ്ലെൻഡ് ചെയ്തിട്ടേ ഇല്ല. ഈ ചക്കപ്പൊടി എന്ന് പറഞ്ഞ അടുത്തത് വരുന്നു. ചക്കപ്പൊടി എന്ന് പറഞ്ഞാൽ പ്യുവർ ചക്കയുടെ ചോള, നല്ല ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്ത ചോള അരിഞ്ഞ് ഉണക്കി നമ്മൾ തന്നെ ഡ്രയറിൽ ഉണക്കി പൊടിച്ച് വരുന്ന സാധനമാണ്. കണ്ട ചോള ഉണക്കി പൊടിച്ച് വരുന്നതാണ് ഈ ചക്കപ്പൊടി. അപ്പോൾ അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ രാവിലെ ഉപയോഗിക്കുന്നുണ്ട്. ദോശ, അപ്പം, ഇഡ്ഡലി എന്തുണ്ടാക്കിയാലും നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് ചക്ക വെട്ടുക, പുഴുങ്ങുക, പറക്കുക ഒന്നും നടക്കില്ല. നമ്മൾ ചക്കയുടെ ഗുണം ശരീരത്തിന് കിട്ടണമെങ്കിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ വേണ്ട പാലിൽ 2 സ്പൂൺ ഇട്ട് കഴിക്കാം, ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കഴിക്കാം. ബനാന പൗഡർ നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറുക്കിന് പറ്റുന്ന ഒരു പൗഡറാണ്. നേരത്തെ പറഞ്ഞ കായപ്പൊടിക്ക് പകരം ഇത് കൊടുത്താൽ മതി. ചക്ക ഉണ്ടായില്ല, ചക്കയുണ്ടോ? ചക്കയില്ല. ഇത് മാത്രമാണ് ബനാന പൗഡറിൽ മാത്രമാണ് ചക്കയില്ലാത്തത്. വയനാട്ടിലായതുകൊണ്ട് വാഴ വേണ്ടത്ര ഉള്ളതുകൊണ്ട് അതുകൂടെ നിലനിർത്തി. അത് പരമാവധി നമ്മൾ മരുന്നൊന്നും അടിക്കാതെ വാഴ തന്നെ നോക്കിയെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ അതിന്റെ ഗുണഭോക്താക്കൾ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയത് ചെയ്തു. പായസം പാലട പായസം, ജാക്ക് സീഡിന്റെ പായസം മിക്സ് ആണ്, ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ് ഞാൻ ആദ്യം പുറത്തിറക്കിയൊരു ഉൽപ്പന്നം. 2020 ജാക്ക് സീഡിന്റെ ഇൻസ്റ്റന്റ് പായസം മിക്സ് പുറത്തിറക്കി. ചക്കക്കുരുവിന്റെ പായസം മിക്സ്, ചക്കക്കുരു പായസം എന്നുള്ള പേരിൽ തന്നെ ഇറക്കി. അതിന്റെ അന്ന് 2 പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ജാക്ക് സീഡിൽ നിന്നുള്ള കോഫി പൗഡറും പായസം മിക്സും മാത്രം. ആ 2 പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമുക്കൊരു പരിപാടി കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ സമയത്താണ് മൊത്തം ചക്കയുടെ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ ഇന്ന് 14 ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും ബാക്കി ഫ്രോസൺ ഐറ്റംസും മുഴുവനും ചെയ്യാൻ തുടങ്ങി. ജാക്ക് ഫ്രൂട്ട് പാലടയുടെ പ്രത്യേകത, അന്ന് വെറും ചക്കക്കുരു പായസമായിരുന്നു. പക്ഷെ അന്നേരം അതിൽ കുറേ കുറവുകൾ വന്നു, അതിൽ കടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു പരാതി. എന്നാൽ അതിൽ മാറ്റി തിരിച്ച് നമ്മൾ ജാക്ക് ഫ്രൂട്ട് പാലടയാകുമ്പോൾ വീറ്റിൻ്റെ അടയുണ്ട്, ജാക്ക് ഫ്രൂട്ടിൻ്റെ പഴത്തിൻ്റെ പീസുകളുണ്ട്, ഷുഗറുണ്ട്, ഏലക്കയുണ്ട്, പ്രോസസ്സ് ചെയ്ത പൗഡറുണ്ട്, ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് 1.5 ലിറ്റർ പാലിലിടുന്നു, 10 മിനിറ്റ് കൊണ്ട് പായസം റെഡി. ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഇല്ലാത്ത ഉൽപ്പന്നമാണ്. ഈ ഒരു പ്രൊഡക്റ്റുകളും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ഇവിടെ പാക്ക് ചെയ്ത് വെക്കുന്നില്ല. മുഴുവൻ സാധനങ്ങളും നമ്മൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ താഴെ ആട്ടപ്പൊടി, പുട്ടുപൊടി തുടങ്ങിയ സാധനങ്ങൾ റൈസ് പൗഡറാണ് വരുന്നത്. അരിപ്പൊടി. ഇതിപ്പോ എന്താ? ഇത് മൂന്നും ഇതില് ചക്ക ആണ് മിക്സ് ചെയ്ത് വരുന്നത്. പക്ഷേ മുഴുവൻ ചക്കയുടെ പൗഡർ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ചക്കപ്പൊടി നമ്മൾ മൈദയിൽ വെള്ളം ഒഴിക്കും പോലെ തന്നെ കുഴവ് വരുന്ന സാധനമാണ്. നമുക്കൊരു ഉൽപ്പന്നമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ ഒരു അനുപാതത്തിന് അതിന് ചക്കപ്പൊടി അതിന്റെ റേഷ്യോ 50% വരും. ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ പുട്ടുപൊടിയാണ്, പക്ഷെ സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. സ്റ്റീംഡ് പുട്ടുപൊടിന്റെ പ്രത്യേകത 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. അതേ അനുപാതത്തിൽ നമ്മൾ പൊടിയെടുക്കുന്നു, അതേ അളവിന് വെള്ളം ഒഴിക്കുന്നു. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള പുട്ട്. നമ്മളിവിടെ ഓൾമോസ്റ്റ് പിന്നെ ഈ സ്റ്റീംഡ് പുട്ടുപൊടി, പത്തിരിപ്പൊടി ചെയ്യുന്നുണ്ട്. 700 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. 900 സ്ക്വയർ ഫീറ്റിൽ 2 പ്രൊഡക്റ്റുമായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് നന്നായി പോകുന്നു. നമുക്ക് ഈ പിന്നെ ഒരു സീസണിൽ മുഴുവൻ പിന്നെ നമ്മുടെ സീഡിൻ്റെ പൗഡർ മുഴുവൻ ബൾക്ക് ഓർഡറുകളാണ്. ഒരിക്കലും ഒരു ലിമിറ്റഡ് ഇതല്ല. നല്ല കണ്ടിന്യൂസ് ആയിട്ട് ബൾക്ക് ഓർഡറായിട്ട് പോകേണ്ട സാധനം ആയതുകൊണ്ട് നമ്മൾ കിട്ടാവുന്നത്രയും സാധനം ഈ ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ വരെ, നമുക്ക് ഇടുക്കി ഭാഗത്തൊക്കെ സെപ്റ്റംബർ വരെ ഉണ്ടാവും. അന്നേരം അവിടെ നിന്നും വരുന്ന കുരു എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്ത് പൗഡർ. കേരളത്തിൽ ഓരോ പ്ലാവുമ്പോഴും എപ്പോൾ ചക്ക ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം.